ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നത്. ധന്യമീ ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ലളിതവൽക്കരിച്ച് പറയുന്നത് കൊണ്ട് പതിവായിട്ട് ഇത് കേൾക്കുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അമൃത TV-യിൽ 16 കൊല്ലം സംസാരിച്ചപ്പോഴും അതിൻ്റെ ശ്രോതാക്കൾ ഇപ്പോഴും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എല്ലാവരും ശക്തി നേടാൻ ആഗ്രഹിക്കുന്നു. ശക്തി വേണം ഏതൊരു കാര്യത്തിലും. ഒരു കെട്ടിടം പണിയുമ്പോൾ ശക്തി ഉണ്ടാകണം. ആ ശക്തി ഉണ്ടാക്കാനാണല്ലോ അടിത്തറ, അടിയിലേക്ക് നല്ലപോലെ കിളച്ചെടുത്ത് കീറി കല്ല് വെച്ച് പഠിക്കുന്നത് അടിത്തറ ഭദ്രമാവാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെക്കുറിച്ച് പറയാനുണ്ട്. ശക്തി പോരാ, അല്ലെങ്കിൽ ശക്തി നേടണം, ഏതൊക്കെ ഔഷധമാണ് വാങ്ങാൻ കിട്ടുക, ആ ഔഷധം കൊണ്ട് കുറച്ചും കൂടിയൊക്കെ ശക്തി ഉണ്ടാക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. ശക്തി എന്ന വാക്ക് കുറച്ചും കൂടി സുപരിചിതമാണ്. പരാശക്തി എന്ന് പറയാറുണ്ട്. ആ പരാശക്തിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പരമാത്മാവ്. ആ പരാശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നാം ജീർണിക്കുന്നത്. നമ്മൾ ശിവശക്തി എന്ന് വിളിക്കുന്ന അതിനെയാണ്. ശിവൻ നഷ്ടപ്പെടുമ്പോൾ ശവമായി മാറും. ഈ ശക്തിയുടെ 3 ഭാവങ്ങളുണ്ട്. ആ 3 ഭാവങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആദ്യത്തേത് ബലം തന്നെ. ഈ പലചരക്ക് സാധനങ്ങളൊക്കെ പൊതിയുന്ന കയറ്, ചാക്കുവള്ളി എന്നാണ് പറയുക. ചണം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ആ പലചരക്ക് 1/2 കിലോ മുളക് അത് വാങ്ങി ഈ ചാക്കുവള്ളി കൊണ്ട് കെട്ടിയതിന് ശേഷം ആ കെട്ടുന്നാണ് അറ്റം ഒന്നങ്ങോട്ട് വ്യത്യാസപ്പെടുത്തി അതിൻ്റെ ബലം ഒന്നാട് കുറച്ച് ഒരു വലി വലിക്കുമ്പോൾ കയറ് പൊട്ടി അതങ്ങോട്ട് തിരിച്ച് ശരിയാക്കി വയ്ക്കും. അതിന് ബലം കുറവാണ്. ബലം എന്നുള്ളത് ശക്തിയുടെ ഒന്നാമത്തെ ഘടകം ആണ്. ശക്തി, ആ ശക്തിയുടെ ഭാഗമാണ് ബലം. ഏതൊന്നിനും ബലം വേണം എന്ന് പറയും. എണീറ്റ് നിൽക്കാൻ ബലം കിട്ടണം, നടക്കാൻ ബലം വേണം. ഇക്കാരണം കൊണ്ടാണ് ബലം, അതിൻ്റെ ദേവതയാണ് കാളി. കാളി നമുക്ക് ശക്തി തരുന്നു. പ്രപഞ്ചത്തിൻ്റെ സാന്ദ്രമായ ഭാവമാണ് കാളി. സാന്ദ്രാനന്ദ അവബോധമാണ് കാളി. അത് ബലമാണ്. കാളിയുടെ ഉപാസകര് ശക്തി നേടുന്നു, ബലം നേടുന്നു. അവര് ബലവാന്മാരായിരിക്കും. പണ്ടത്തെ രാജാക്കന്മാർ, ക്ഷാത്രവീര്യമുള്ള രാജാക്കന്മാർ, ക്ഷത്രിയന്മാർ, അങ്ങനെയാണല്ലോ. അനവധി പേര് കാളിയെ ഉപാസിച്ചിരുന്നു. കാളിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ബലത്തെ ഉപാസിക്കുന്നതാണ്. ആ കാളി അവരെ പോഷിപ്പിക്കും. അവർക്ക് ശക്തി കാളി തന്നെ കൊടുക്കും. അവർ ബലവാന്മാരാണ്. ഈ കാളി
എങ്ങനെ നമുക്ക് ബലം ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഒരു ബലം അവനവനിൽ ഉണ്ടാക്കണം. നമ്മൾ ബലശാലിയാവണം. ഒന്നുകൂടി പറഞ്ഞാൽ ശക്തിയുടെ ഉപാസകർ നമ്മൾ വ്യായാമം ചെയ്യുന്നു, ജിംനേഷ്യത്തിൽ പോകുന്നു, ഭയങ്കര ആഹാരം കഴിക്കുന്നു, ആഹാരം കഴിച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റിങ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഉപാസന. അവർ മാംസാഹാരം കഴിക്കും, കാരണം ക്ഷത്രിയന്മാരാണ്. ക്ഷതത്തിൽ നിന്ന് മറ്റുള്ളവരെ ത്രാണനം ചെയ്യുക എന്നത് ക്ഷത്രിയൻ്റെ കർത്തവ്യമാണ്. ആ കർത്തവ്യമായതുകൊണ്ട് അവർക്കിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയന്മാർ മാംസാഹാരം കഴിച്ചാൽ ആരും അതിനെപ്പറ്റി പറയാറില്ല. ബലം അത് കാളി ആണ്. രണ്ടാമത്തത് നമ്മൾ ശക്തി എന്ന് പറഞ്ഞാൽ ബലമുണ്ട്, രണ്ടും തടിയൊക്കെ ഉണ്ട്, എന്തിനേയും ഫേസ് ചെയ്യാൻ പറ്റും, അസുഖങ്ങൾ വരാതിരിക്കാൻ പറ്റും. പക്ഷേ ഒരു ശക്തിശാലി സമ്പത്ത് കൂടി ഉണ്ടാക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശക്തിയുടെ ഒരു ഭാഗമാണ് സമ്പത്ത്. നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ വേറൊരാളോട് ഇറക്കാതെ ജീവിക്കാനായിട്ട് കഴിയണം. അല്ലാതെ ശക്തി എനിക്കുണ്ട്, ശരീരബലം മാത്രമല്ല, ഈ സമ്പത്തിൻ്റെ ഒരു ബലവും വേണം. ഇത് സമ്പത്തിൻ്റെ ബലം മാത്രമായിട്ട് നോക്കി ജീവിക്കുന്നവരുണ്ട്. എത്ര ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് മതിയാവില്ല, പിന്നെയും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് വയനാട്ടിലൊരു എസ്റ്റേറ്റ് വാങ്ങിയിട്ടു. എസ്റ്റേറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല, നിയമം മാറിയാലോ, സ്വർണം ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുക ഒരു ഘടകം തന്നെയാണ്. സമ്പത്തിൻ്റെ പിറകെ ജീവിതം മുഴുവൻ ഇതാണ് എന്ന് പറഞ്ഞ് ജീവിക്കണ്ട എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. സമ്പത്ത് വേണം. അതിനൊരു ദേവതയുണ്ട്, ലക്ഷ്മി. ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുന്ന മൂർത്തിയാണ് ലക്ഷ്മി. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് മദ്രാസ് പോകണം, ലക്ഷ്യസ്ഥാനത്ത് എത്തണം, വണ്ടിക്ക് പോകണം, ടിക്കറ്റ് എടുക്കാൻ കാശ് എടുക്കണം. അതിന് സമ്പത്തുണ്ടാവണ്ടേ? സമ്പത്തില്ലെങ്കിൽ വഴിയിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഈ അർത്ഥം മാത്രമല്ല ലക്ഷ്മിക്ക്. അതങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ഈ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, ആ പോകാനുള്ള എനർജി നമുക്കുണ്ടാവണം. കാറ് ഓടണമെങ്കിൽ പെട്രോൾ വേണ്ടേ? ഇതുപോലൊരു എനർജി അത് പല രീതിയിലാവാം, നമ്മൾ ഉണ്ടാകണം. ലക്ഷ്മി ഉണ്ടാകണം, സമ്പത്ത് ഉണ്ടാവണം. സമ്പത്ത് എന്നുള്ളത് ഒരിക്കലും മോശമായ കാര്യം അല്ല. അതിനെയാണ് ലക്ഷ്മിയായിട്ട് കരുതുന്നത്. നല്ല ബലമുണ്ട്, സമ്പത്തുമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് വിദ്യ. വിദ്യ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒന്നും കാര്യമില്ല. ഇതിൽ മൂന്നിൽ ബലം, സമ്പത്ത്, വിദ്യ, മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നുള്ളത് താരതമ്യമില്ല. മൂന്നിന് പ്രാധാന്യമുണ്ട്. വിദ്യയുണ്ട്, ബലമില്ലെങ്കിലോ? വിദ്യയും ബലവും ഉണ്ട്, സമ്പത്തില്ലെങ്കിലോ? നമ്മളെ ചുറ്റും പലരെയും കാണാമല്ലോ. ചിലവർ നല്ല ശക്തരാണ്, പക്ഷെ വിദ്യയില്ല. വിദ്യയൊക്കെ കയ്യിലുണ്ട്, പ്രാവർത്തിയാക്കാൻ സമ്പത്തില്ലെങ്കിലോ? അപ്പോഴും അബദ്ധമാണ്. ഇത് മൂന്നും ഒരേ മാതിരി വരണം. അതാണ് കാളി, ലക്ഷ്മി, സരസ്വതി.
സാത്വികമായ ഗുണത്തെ ഉദ്ദീപിക്കുന്ന വ്യക്തികൾക്ക് ഈ 3 ഗുണവും ഉണ്ടാകും. അതാണ് നമ്മൾ ഈ സാത്വികമായിട്ടുള്ള കാര്യങ്ങളെ ഉദ്ദീപിക്കണം എന്ന് പറയുന്നത്. സത്വഗുണമുള്ള ജീവിതം നയിക്കുമ്പോൾ അവർക്ക് ബലം കിട്ടും, സമ്പത്തുണ്ടാകും, വിദ്യ അനുഗ്രഹിക്കും. കാളി, ലക്ഷ്മി, സരസ്വതി 3 മൂർത്തിയും ഒരുമിച്ച് ചേർന്ന പ്രതിഷ്ഠയാണ് മൂകാംബികയിലുള്ളത്. മൂകാംബികാ ദേവി എന്ന് പറഞ്ഞാൽ സരസ്വതി മാത്രമല്ല, കാളിയുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയും ഉണ്ട്. ഏത് ഭാവത്തെ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. കവികള്, കലാകാരന്മാരൊക്കെ ആ സരസ്വതി എന്ന ഭാവത്തിനെ മനസ്സിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഹങ്കാരമുള്ള വ്യക്തികൾക്ക് ഇതൊക്കെ നാശമായി തീരും. പുരാണ കഥകൾ മുഴുവൻ ഈ തത്വം നമുക്ക് പറഞ്ഞു തരും. അഹങ്കരിച്ചോ ബലം മുഴുവൻ നഷ്ടപ്പെടും. അഹങ്കരിച്ചുവോ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടും. അഹങ്കരിച്ചുവോ വിദ്യ കൊണ്ടൊരു കാര്യവും ഉണ്ടാവില്ല. എത്രയോ പേര് അഹത്തിന് ആകാരം ഉണ്ടാവലാണ് അഹങ്കാരം. ചെയ്യാവുന്നൊരു കാര്യം വിനയാന്വിതനാവുക. ഈ 3 ദേവതയെയും പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.